നമസ്കാരം. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് ഇനിയും ഒരു മാസത്തിൽ ഏറെയുണ്ട്. പക്ഷേ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ അത് ആഗോള സാമ്പത്തിക മേഖലയിലും മറ്റും ഒട്ടേറെ വലിയ പ്രതികരണങ്ങൾ ആ ട്രംപിൻ്റെ വിജയം ഉളവാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വിനിമയ നിരക്കിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ $1 വില നമുക്ക് എടുക്കുക, ഇന്ത്യൻ രൂപയിൽ എടുക്കുമ്പോൾ അത് 84 രൂപയ്ക്ക് മുകളിൽ എത്തിയിരിക്കുകയാണ്. വലിയ തോതിൽ ഈ ട്രംപ് വിജയത്തിന് ശേഷം ഈ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടാവുന്നുണ്ട്. ഡോളറിൻ്റെ മൂല്യം കുതിച്ചുയരുകയാണ്. അത് ഇന്ത്യൻ രൂപയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളുടെ കറൻസിയുടെ കാര്യത്തിൽ ഡോളർ കൂടുതൽ കരുത്താർജിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ട്. ഇപ്പോൾ ഇന്ത്യൻ രൂപയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് 85 രൂപയ്ക്ക് മുകളിലേക്ക് കാര്യങ്ങൾ പോകും അടുത്ത് തന്നെ എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാവുന്ന സ്ഥിതിയാണ്. അടുത്ത വർഷം പകുതിയോടെ 90 രൂപയ്ക്ക് മുകളിലേക്കും ഇന്ത്യൻ $1 മൂല്യം പോകുന്നതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നമ്മളിവിടെ ചില മുൻകാലത്ത് ഡോളറിൻ്റെ ചില വിലയുടെ കാര്യത്തിലുള്ളൊരു കണക്കൊന്ന് പരിശോധിക്കുന്നത് ഒരു കൗതുകരമായിരിക്കും. ഇപ്പോൾ 2004 $1 വില എന്ന് പറയുന്നത് 45 രൂപ മാത്രമായിരുന്നു. 2014 എത്തുമ്പോൾ 10 വർഷം കൊണ്ട് അത് ഉയർന്നിരിക്കുന്നത് 62 രൂപയിലേക്കാണ്. എന്നാൽ 2021 74 രൂപയായിരുന്നു $1 വിലയെങ്കിൽ ഒരു 3 വർഷത്തിനിടയിൽ അത് 10 രൂപയ്ക്ക് മുകളിൽ വർദ്ധിച്ച് 85 രൂപയ്ക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ തകരുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സാമ്പത്തിക ഞെരുക്കത്തെ, വിലക്കയറ്റത്തെ, പണപ്പെരുപ്പത്തെ കൂടുതൽ രൂക്ഷമാക്കുന്നൊരു സാഹചര്യമാണ് ഈ ഡോളറിൻ്റെ വില ഉയരുക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇറക്കുമതി ചെലവ് ഗണ്യമായി കുതിച്ചുയരും ഡോളറിൻ്റെ വില ഉയരുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ട്രംപ് ഉയർത്തിയിരിക്കുന്ന ചില ഭീഷണിയാണ്. ട്രംപ് പറയുന്നത് ഡോളറിനെ തൊട്ടൊരു കളിയും വേണ്ട, അത് തീക്കളിയായിട്ട് മാറും എന്നാണ്. ഡോളറിനെതിരെ പല രാജ്യങ്ങളും അവരുടെ വ്യാപാരം, വിദേശ വ്യാപാരം ഡോളറിൽ നിന്ന് മാറ്റി മറ്റു പല കറൻസിയിലേക്കും ആക്കാനുള്ള നീക്കം ലോകത്തുനിന്ന് സജീവമാണ്. അപ്പോൾ ട്രംപ് ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ രാജ്യങ്ങളെ ശക്തമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ നേരിടും എന്ന് തന്നെയാണ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ, ആ ബ്രിക്സ് രാജ്യങ്ങൾ അവരെന്താ ചെയ്ത, ഈ ഡോളറിൽ നിന്ന് മാറ്റി ഡോളറിൻ്റെ ഈ അപ്രമാദിത്വം, ഡോളറിൻ്റെ ഈ കുതിച്ചു വരുന്നൊരു അപ്രമാദിത്വത്തെ മറികടക്കുന്നതിന് വേണ്ടി സ്വന്തമായൊരു കറൻസി ആരംഭിക്കും എന്ന് അവർ തീരുമാനിക്കുകയുണ്ടായി. അതിൽ നമുക്ക് വിനിമയം നടത്താം. ഇപ്പോൾ ബ്രസീലായാലും റഷ്യയും സൗത്ത് ആഫ്രിക്കയൊക്കെ ആയിട്ടുള്ള ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ തമ്മിൽ ആ രീതിയിൽ ഒരു വിനിമയം നടത്തുന്നതിന് ഒരു പുതിയ കറൻസി എന്നുള്ള ആശയം കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടിയിൽ രൂപം നൽകുകയുണ്ട്. അപ്പോൾ ഇപ്പോൾ ട്രംപ് പറയുന്ന ബ്രിക്സ് രാജ്യങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ഒരു കറൻസി രൂപപ്പെടുത്തി അതിൽ വ്യാപാരം നടത്താൻ ഒരുങ്ങിയാൽ, ഡോളറിനെ നിങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ രാജ്യത്തു നിന്നുള്ള ഇറക്കുമതിക്ക് ഞങ്ങൾ അമേരിക്കയിൽ 100% തീരുവ ചുമത്തും എന്നുള്ളൊരു ഭീഷണിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഡോളറിനെ എങ്ങനെയെങ്കിലും വലിയ തോതിൽ ഉയർത്തി നിർത്തുക. അമേരിക്ക ഫസ്റ്റ് എന്നാണല്ലോ ട്രംപിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെ. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും അമേരിക്ക മുൻപന്തിയിൽ നിൽക്കണം. അത് ലോകത്തെ കറൻസിയുടെ കാര്യത്തിലായാലും ഞങ്ങൾ തന്നെയായിരിക്കും ചാമ്പ്യന്മാർ, ഡോളർ തന്നെയായിരിക്കും ലോകത്തെ നിയന്ത്രിക്കുന്ന കറൻസി, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പം ഡോളറിനെതിരെ ഇത്തരത്തിൽ ചില നീക്കങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം എങ്ങനെയെങ്കിലും തട്ടിക്കളയുക, അതിനെങ്ങനെയെങ്കിലും തച്ചുടയ്ക്കുക എന്നുള്ളത് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഒരു നയസമീപനം തന്നെയാണ്. ഇപ്പോൾ നമുക്കൊരു കാര്യം നോക്കാം. യൂറോപ്യൻ യൂണിയൻ ഒരു പുതിയ കറൻസി ഉണ്ടാക്കി, യൂറോ എന്ന് പറയുന്നത്. ഡോളറിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ്, ഡോളറിൻ്റെ അപ്രമാദിത്വത്തെ മറികടക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും യൂറോയ്ക്ക് രൂപം നൽകിയത്. പക്ഷേ സംഭവിച്ചതെന്താ? യൂറോ വലിയ തോതിൽ ക്ലച്ച് പിടിക്കുന്നൊരു രീതിയിലേക്ക് വന്നില്ല. ഡോളറിൻ്റെ അപ്രമാദിത്വത്തെ, ഡോളറിൻ്റെ കിരീടം തകർക്കാൻ അതിന് കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇത് പല രാജ്യങ്ങളും, ഇപ്പോൾ റഷ്യ തന്നെ എണ്ണ വിൽക്കുന്നതിന് റൂബിളിൽ ഞങ്ങൾക്ക് പൈസ തന്നാൽ മതി എന്നുള്ള രീതിയിൽ വന്നു.
അങ്ങനെ ഡോളറിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാജ്യാന്തര തലത്തിൽ ഒട്ടേറെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ട്രംപ് ഡോളറെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട, അത് കളിച്ചിട്ടുണ്ടെങ്കിൽ വിവരമറിയും എന്നുള്ള രീതിയിൽ ഒരു ഭീഷണിയുമായിട്ട് വന്നിരിക്കുന്നത്. ഇത് മുൻപ് നമുക്കൊരു രാജ്യത്തിൻ്റെ അനുഭവമുണ്ട്, അമേരിക്കയുടെ ഡോളറിൻ്റെ കാര്യത്തിൽ കളിക്കാൻ പോയതിന്. ആ അനുഭവം കൂടി ഒന്ന് പറയാം. ഇറാഖ് എന്ന് പറയുന്ന രാജ്യം സദാം ഹുസൈൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ സദാം ഹുസൈൻ ഡോളറിൽ നിന്ന് മാറി മറ്റ് കറൻസികളിൽ മറ്റ് രാജ്യങ്ങൾക്ക് എണ്ണ വിൽക്കുന്നതിന് തയ്യാറായി. നിങ്ങൾ ഡോളറിൽ പൈസ തരുന്നൊന്നുമില്ല, ഞങ്ങൾക്ക് ഡോളറൊന്നും വേണ്ട, വേറെ കറൻസിയിൽ ഞങ്ങൾക്ക് പണം തന്നാലും മതി, നിങ്ങൾക്ക് ക്രൂഡ് തരാം എന്നുള്ളൊരിതിലേക്ക് പോയി. അമേരിക്ക കണ്ണുരുട്ടി കാണിച്ചു, ഡോളറിലല്ലാതെ ഒരു കച്ചവടം അനുവദിക്കില്ല. ഇറാഖിന് ഉപരോധം ഏർപ്പെടുത്തി, ഇറാഖിൻ്റെ എണ്ണ വിൽക്കുന്നത് തടസ്സപ്പെടുത്തി. അതുകൊണ്ട് ഡോളറിലെ കച്ചവടത്തിലേക്ക് നിങ്ങൾ മാറണം എന്ന് നിർബന്ധം പിടിച്ചപ്പോഴും സദാം ഹുസൈൻ അതിന് തയ്യാറായില്ല. അതിന് സദാം ഹുസൈന് വലിയ വില കൊടുക്കേണ്ടി വന്നിരുന്നു. അമേരിക്ക ഇറാഖിനെ ആക്രമിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ ഡോളറിൻ്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തു എന്നുള്ള ഒറ്റ കാരണമാണ്. പക്ഷെ അമേരിക്ക ലോകത്തോട് പറഞ്ഞത് എന്താണ്? ഇറാഖിൽ ലോകത്തെ 6 തവണ ഭസ്മമാക്കുന്നതിനുള്ള രാസായുധങ്ങൾ അവരുടെ ആയുധപ്പുരകളിൽ രഹസ്യമായിട്ട് ശേഖരിച്ചു വച്ചിരിക്കുകയാണ്. അത് തകർക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇറാഖിനെ ആക്രമിച്ച് തകർക്കുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് ആ യുദ്ധം നടത്തിയിട്ട് ആ യുദ്ധത്തിൻ്റെ അവസാനം 10 പൈസയുടെ ഒരു പൊട്ടാസ് പോലും അവിടെ നിന്ന് കണ്ടെത്താൻ അമേരിക്കൻ സൈന്യത്തിന് കഴിഞ്ഞില്ല. അവിടെ രാസായുധം പോയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് തോക്കുകളും വെടിയുണ്ടകളും ഒക്കെ ആയിട്ടാണ് അവർ പരിമിതമായിട്ട് അമേരിക്കൻ സൈന്യത്തിൻ്റെ കടന്നുകയറ്റത്തെ ചെറുത്തത്. പക്ഷെ അവസാനം അവർ പരാജയപ്പെട്ടു. സദാം ഹുസൈനെ തേജോവധം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. അദ്ദേഹത്തിൻ്റെ മകനെയും 14 വയസ്സുള്ള കൊച്ചുമകനെ അടക്കം നിഷ്ഠൂരമായ അമേരിക്കൻ സൈന്യം കൊലയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇതെല്ലാം ഉണ്ടായത് ഡോളറിനെ ഇറാഖ് സദാം ഹുസൈൻ ചോദ്യം ചെയ്തു എന്നുള്ളൊരു കാരണമാണ്. മറ്റ് കാരണങ്ങളൊക്കെ അമേരിക്ക ഇങ്ങനെ നെരേറ്റീവ് ഉണ്ടാക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ രാസായുധത്തിൻ്റെ കഥയൊക്കെ. അപ്പോൾ രാസായുധം കണ്ടെത്താതെ നിങ്ങളവിടെ എന്താ ആക്രമിച്ചിട്ട് എന്താണ് ചെയ്തതെന്ന് ഐക്യരാഷ്ട്ര സംഘടന ചോദിക്കുന്നില്ല, ലോകത്ത് ഒരു രാജ്യവും അമേരിക്കയോട് ചോദിക്കുന്നില്ല. അതാണ് അമേരിക്കയുടെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ട്രംപ് ഈ ഭീഷണിയുമായിട്ട്, പുതിയ ഭീഷണിയുമായിട്ട് വന്ന് രംഗത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങളെല്ലാ രാജ്യങ്ങളോടും ട്രേഡ് വാർ ഉണ്ടാവും, ചൈനയെ അമേരിക്കൻ വിപണിയിലേക്ക് കടത്തില്ല, നിങ്ങൾ വേറെ നോട്ടിലേക്ക് കറൻസിയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കച്ചവടം ഞങ്ങൾ പൂട്ടിക്കും, നിങ്ങൾക്ക് 100% തീരുമാനത്തിൽ നിങ്ങളെ അമേരിക്കൻ വിപണിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യും. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് നമ്മുടെ ചെമ്മീൻ അടക്കമുള്ള കയറ്റുമതി അമേരിക്കയിലേക്കാണ്. അമേരിക്കയിലെ വസ്ത്രവ്യാപാര രംഗത്ത് ഏറ്റവും കൂടുതൽ വസ്ത്രങ്ങളും തുണികളും ഒക്കെ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ ഒന്ന് ഇന്ത്യയാണ്. ആഭരണങ്ങളുടെ കാര്യത്തിൽ അമേരിക്കയുമായി നല്ല ഡീലിങ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഈ 100% തീരുവയും കാര്യങ്ങളിലേക്കൊക്കെ പറയുന്നത് പോലെ ട്രംപ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന് വലിയ കുഴപ്പം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏതായാലും നമുക്കറിയാം, ട്രംപ് വരുന്നതോടുകൂടി ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമത്തിന്, രാഷ്ട്രീയ സാഹചര്യത്തിനൊക്കെ വലിയ മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ഹമാസിനോട് പറഞ്ഞിരിക്കുന്നു, ബന്ദികളെ ഞാൻ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ വിട്ടയച്ചില്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും എന്ന് തന്നെ പറയുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ ഭീഷണിയുടെ സ്വരത്തിൽ വരുമ്പോൾ സാമ്പത്തിക രംഗത്തും ധനകാര്യ മേഖലയിലും പണവിനിമയ രംഗത്തുമൊക്കെ തങ്ങളുടെ മേധാവിത്വം അരക്കിട്ടുറപ്പിക്കുന്നതിന്, ഡോളറിനെ തന്നെ ആഗോള കറൻസിയായി ശക്തമായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായൊരു ശ്രമത്തിലേക്ക് ട്രംപും കൂട്ടരും കടന്നിരിക്കുകയാണ്. അത് എത്രമാത്രം ആഗോള സാമ്പത്തിക മേഖലയ്ക്ക് ഒരു ഭീഷണിയാകും എന്നുള്ളത് നമുക്ക് 2025 ജനുവരി 20 ശേഷം ഉള്ള ട്രംപിൻ്റെ നടപടികളിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. നന്ദി, നമസ്കാരം.